ക്ഷമിക്കുന്നതാകുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ പരിപൂർണമായി ക്ഷമ അവലംബിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന വർണ്ണമായ പ്രതിഫലമാണിത്. പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറിയില്ലേ നിങ്ങൾക്ക്, മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി പറയൻ അദസല്ലാഹു സിർറുൽ അസീസ്, അള്ളാഹു എടുത്ത ദറജ ഉയർത്തട്ടെ. ഈ ഒരു ചരിത്രം കൂടി നിങ്ങൾ നല്ലതുപോലെ കേൾക്കൻ. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ദറസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ശൈഖ് അവറുകളെ, നിങ്ങളുടേതാകുന്ന കച്ചവട ചരക്ക് മുഴുവനും കയറ്റി വന്നതായ വലിയ കപ്പൽ കടലിന്റെ നടുക്കളത്തിൽ വെച്ച് കത്തി അമർന്നു പോയിട്ടുണ്ട്, പരിപൂർണമായി നശിച്ചു പോയിട്ടുണ്ട്, അല്പം പോലും ശേഷിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ടവർ ഉടനെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാനപ്പെട്ടവരുടെ വാക്കാണ്. എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. അല്പനേരം മൗനം അവലംബിച്ചു. സബക്ക് തുടർന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ക്ലാസ് തീരാറായപ്പോ അതേ വ്യക്തി തന്നെ ഓടി വന്നിട്ട് പറഞ്ഞു, അതെ, നേരത്തെ കപ്പല് കത്തിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അത് ശൈഖ് അവറുകളെ നിങ്ങളുടേതല്ല, വേറൊരാളുടെയാണ്, മറ്റൊരാളുടെയാണ്. നിങ്ങളുടെ സാധന സാമഗ്രികൾ കയറ്റി വന്നതായ കച്ചവടച്ചരക്കാകുന്ന കപ്പലല്ല. ബഹുമാനപ്പെട്ടവർ ഉടനെ വീണ്ടും പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാഹ്. രണ്ട് പ്രാവശ്യവും ഇതേ വാക്ക് തന്നെ തുടർത്തി പറഞ്ഞപ്പോ ശിഷ്യന്മാര് സംശയം ചോദിച്ചു, എന്താ ശൈഖ് അവറുകളെ, നിങ്ങൾ ഈ രണ്ട് പ്രാവശ്യവും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പഠിക്കണം കേട്ടോ, ഈ ഉമ്മത്ത് പഠിച്ചിടൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ അക്ഷമ കാണിക്കുന്നതായ സമൂഹത്തിന് വലിയ മാതൃകയാണ് ഈ വചനത്തിൽ. ശരിക്കു പഠിച്ചോ. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറയുകയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ അദ്ദേഹം വന്നുകൊണ്ട് എന്റെ കച്ചവടത്തിന്റെ ചരക്കുമായി കടന്നു വന്നതായ കപ്പൽ കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് കത്തി അമർന്നു പോയി എന്ന് പറഞ്ഞപ്പോ ഞാൻ അൽഹംദുലില്ലാഹ് പറയാൻ കാരണമെന്താണ്? ഞാൻ ഉടനെ എന്റെ മനസ്സിലേക്ക് നോക്കി. എന്റെ കച്ചവടമായി എന്റെ സാധനങ്ങൾ കയറ്റി വന്നതായ ചരക്കിന്റെ കപ്പൽ പരിപൂർണമായി നശിച്ചു പോയി എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിന് വല്ല വിഷമവുമുണ്ടോ പ്രയാസവുമുണ്ടോ? ഞാൻ നോക്കുമ്പോ മനസ്സിന് യാതൊരുവിധ ബുദ്ധിമുട്ട് ഇല്ലേ ഇല്ല. മനസ്സിന് യാതൊരുവിധ പ്രയാസവും ഇല്ലേ ഇല്ല. എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാത്ത അല്ലാഹുവേ, നിനക്കാണ് അഖില സ്തുതിയും അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഭൗതികമാകുന്ന ലോകത്തിന്റെ ലാഭം ഉദ്ദേശിക്കാതെ ആഖിറത്തിന്റെ ചിന്തയിലേക്ക് മാത്രമായി എന്റെ മനസ്സിനെ തിരിച്ചതായ അല്ലാഹുവേ, നിനക്കാണ് അഖില സ്തുതിയും അല്ലാഹ്. എന്നാൽ എന്തിനാണ് ശൈഖേ മറ്റൊരാളുടെ കച്ചവടമാണ് സാധനങ്ങളാണ് നശിച്ചത് എന്ന് കേട്ടപ്പോ നിങ്ങൾ വീണ്ടും അൽഹംദുലില്ലാഹ് പറഞ്ഞതോ? എന്തിനാണ്? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മറ്റൊരാളുടെ സാധനങ്ങളാണ് നശിച്ചത് എന്ന് കേട്ടപ്പോ ഞാൻ വീണ്ടും എൻ്റെ മനസ്സിലേക്കൊന്ന് നോക്കി. അല്ലാഹുവേ, എൻ്റെ മനസ്സിൽ വല്ല സന്തോഷവും തളം കെട്ടിയിട്ടുണ്ടോ? എൻ്റെ സാധനങ്ങളല്ല, മറ്റൊരാളുടെ സാധനങ്ങളാണ്, സാമഗ്രികളാണ്. അദ്ദേഹത്തിന്റെ ദുന്യവിയായ ജീവിതത്തിന് ഉപകരിക്കുന്ന വസ്തുക്കൾ മുഴുവനും പരിപൂർണമായി കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് നശിച്ചു എന്ന് കേട്ടപ്പോ എന്റെ അല്ല മറ്റൊരാളുടെയാണെന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മനസ്സിൽ വല്ല സന്തോഷവും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോ ഇല്ല 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 ഇല്ല. എന്റെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവും വന്നിട്ടേ ഇല്ല. തുടക്കത്തിൽ എവിടെയാണോ മനസ്സുണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെ എന്റെ മനസ്സ് നിൽക്കുകയാണ്. എന്റെ മനസ്സിനെ ഇളക്കാതെ പതറാതെ ചിതറാതെ പിടിച്ചു നിർത്തിയതായ അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്, അഖില സ്തുതിയും നിനക്കാണ് അല്ലാഹ്.
രണ്ടാമതായി അൽഹംദുലില്ലാ പറയാനുള്ള കാരണം അതാണ് എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എത്ര മനോഹരമായ ചിന്തയാണ് മുഅ്മിനേ. നമുക്ക് സാധിക്കുമോ നമുക്ക് അത്തരത്തിലുള്ള മനോഹരമായ ജീവിത ചിട്ട നേടിയെടുക്കാനാണ് ബഹുമാനപ്പെട്ട പാറപ്പള്ളി സാദാത്യങ്ങളുടെ മഖാമിലേക്ക് നമ്മൾ ഓടി വന്നതും ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ മഖാമ് കേന്ദ്രമായി സിയാറത്ത് ചെയ്യാൻ കടന്നു വരുന്നതും എല്ലാവരുടെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ഒരേ ഒരു ചിന്ത മാത്രമാണ് ഈ ദുനിയാവ് മാത്രമല്ല ആഖിറവും എനിക്ക് രക്ഷപ്പെടുത്തി കിട്ടണേ, മഹാന്മാരോടൊപ്പം എനിക്കും സ്വർഗത്തിലേക്ക് എത്തണേ എന്നുള്ള ചിന്തയാണ്. അതിന് ഈ ദുനിയാവിൽ കഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും, തീർച്ചയാണ്. ആ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന മഹത്തായ വചനം പറഞ്ഞുകൊണ്ട് ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് നിലകൊണ്ടാൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായും മനുഷ്യ മാനവ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമേ, ഉറപ്പായും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമേ. ഖുർആൻ അല്ലാഹു പറയാ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. തീർച്ചയായും മനുഷ്യ മാനവ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. മിനൽ ഖൗഫ്, ഭയപ്പാട് നൽകി അല്ലാഹു പരീക്ഷിക്കുമേ. പരീക്ഷണങ്ങളില്ലാതെ ഈ ലോകത്തൊരു വ്യക്തിയും കഴിഞ്ഞു പോയില്ല. എത്രയെത്ര ആളുകളാണ് വന്നുകൊണ്ട് പറയാറുള്ളത്, ഉസ്താദേ ഞാൻ ഖുർആൻ ഓതുന്നവളാണ്, ഞാൻ ദിക്ർ ചെല്ലുന്നവളാണ്, ഞാൻ നമസ്കരിക്കുന്നവനാണ്, ഞാൻ തഹജ്ജുദ് അടക്കം എല്ലാ നമസ്കാരങ്ങളും ചിട്ടവെക്കുന്നവനാണ്, ഒരൊറ്റ ജമാഅത്ത് പോലും ഇന്ന് വരെ എനിക്ക് മുടങ്ങിയിട്ടില്ല, ഒരൊറ്റ ജുമുഅ പോലും എനിക്ക് മുടങ്ങിയിട്ടില്ല, യാസീൻ കൃത്യമായി ഓതുന്നവനാണ്, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവനാണ്, എല്ലാ ദിക്റുകളും ഞാൻ ചെല്ലുന്നുണ്ട്, എന്നിട്ടും പടച്ച റബ്ബ് എനിക്ക് പരീക്ഷണങ്ങൾ നൽകിയെന്ന് പറയുന്നതായ എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാർ ഇന്ന് ഈ കേരളത്തിലുണ്ട്, നമുക്കിടയിലുണ്ട്. പ്രിയമുള്ള മുസ്ലിമേ, മുസ്ലിമത്തേ, നീ മുഅ്മിനായി ജീവിക്കുമ്പോൾ തന്നെയാണ് അല്ലാഹു നിനക്ക് പരീക്ഷണങ്ങൾ ധാരാളമായി നൽകുക. കാരണം ആ പരീക്ഷണങ്ങൾ പരിപൂർണമായി ക്ഷമിക്കുന്നവൻ യഥാർത്ഥ വിജയാണ്. ആ വിജയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലാഹു നിനക്ക് പരീക്ഷണങ്ങൾ നൽകും, അത് തീർച്ചയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. വലനബ്ലുവന്നകും, തീർച്ചയായും മനുഷ്യ മാനവ നിന്നെ നാം പരീക്ഷിക്കുന്നതാണ്. ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയപ്പാട് നൽകി നിന്നെ നാം പരീക്ഷിക്കുന്നതാണ്. ഭയപ്പാട് നൽകി അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമേ. ദാരിദ്ര്യം നൽകി അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. പട്ടിണി നൽകി അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. കോവിഡ് എന്ന മഹാദുരന്തം അല്ലാഹു സമ്മാനിച്ചപ്പോൾ അത് കഴിഞ്ഞിങ്ങോട്ട് കച്ചവടം കൃത്യമായി ക്രിയാത്മകമാകാത്ത എത്രയെത്ര മുതലാളിമാർ നമുക്കിടയിലുണ്ട്, എത്ര പാവങ്ങൾ നമുക്കിടയിലുണ്ട്. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന എത്ര പാവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം നൽകി പരീക്ഷിക്കുമത്രേ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടിണി നൽകി പരീക്ഷിക്കുമത്രേ. ഇന്ത്യയിലെ 1-ാം സ്ഥാനക്കാരനായിരുന്നു അദാനി എന്ന് പറയുന്ന വ്യക്തി.
അദ്ദേഹം ഇപ്പോൾ 27-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സഹോദരങ്ങളെ ചിന്തിക്കണം, വളരെ കുറഞ്ഞ ആഴ്ചക്കുള്ളിൽ, 2 ആഴ്ചക്കുള്ളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എത്തി നിൽക്കുന്നു 27. ഇനിയും പുറകോട്ട് പോകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ 1-ാം സ്ഥാനമായിരുന്നു സാമ്പത്തികത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നത്. പെട്ടെന്ന് 1 സെക്കൻഡ് കൊണ്ടാണ് ഇതാ താഴോട്ട് പോകുന്നത്. ഞാനതാ സൂചിപ്പിച്ചത്, ഏത് വ്യക്തിയായിരുന്നാലും, ഏത് കൊലകമ്പനായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നൽകും. അത് തീർച്ചയാണ്, ഉറപ്പായിട്ടും ഉണ്ടാകും, ഏത് വ്യക്തിയായിരുന്നാലും. വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ സാമ്പത്തികമാകുന്ന വ്യവസ്ഥയിൽ അല്ലാഹു നിങ്ങൾക്ക് കുറവ് നൽകുമേ, നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നീ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സമ്പാദ്യങ്ങളൊക്കെ സെക്കൻഡ് കൊണ്ട് ഇല്ലാതാകുമത്രേ. നീ പണിതുയർത്തിയതാകുന്ന മാളിക സൗധങ്ങളും കെട്ടിടങ്ങളും ഒക്കെ അല്ലാഹു വിചാരിച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് തകർത്തെറിയാൻ പടച്ചറബിന് സാധിക്കും. നീ തുർക്കിയിലേക്ക് നോക്കുന്നില്ലേ? സിറിയയിലേക്ക് പ്രിയപ്പെട്ട മുസ്ലിമേ എന്തേ കണ്ണോടിക്കാതെ പോകുന്നത്? സെക്കൻഡുകൾക്കുള്ളിലാണ് അവർ താമസിച്ചിരുന്നതായ കെട്ടിടങ്ങൾ തകിടം മറിക്കപ്പെട്ടിട്ടുള്ളത്. പാതിരാത്രി സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയാണ്. അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യഅതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ അവ അമിന അഹ്ലുൽ ഖുറാ أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ നിർഭയത്വത്തോടുകൂടി കടന്നുറങ്ങുകയാണോ? അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. പാതിരാത്രി സമയത്ത് നല്ല ശീതള ചായയിൽ പുതപ്പെട്ട് മുറങ്ങി കിടക്കുന്നതായ സമൂഹം അവരറിയുന്നില്ലേ അല്ലാഹുവിന്റെ വിപത്തുകൾ ഇതാ കടന്നു വരുന്നതിനെ കുറിച്ച് ആ സമൂഹം നിർഭയത്വമുള്ളവരാണോ? അവർ ചിന്തിക്കാതെ കടന്നുറങ്ങുകയാണോ? ഈ ദുന്യാവിന്റെ അലസതയിൽ മുഴുകിപ്പോയി കള്ളു കുടിച്ചും ലഹരി നുടഞ്ഞും മോശപ്പെട്ട സിനിമകൾ കണ്ടും അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണു വായിക്കുന്ന സോദരി, ആഖിറത്തെ ചിന്തിക്കാതെ ദുന്യാവ് വാരി പുണരാൻ വേണ്ടി നിലകൊള്ളുന്നതായ മുസ്ലിമേ, മുസ്ലിമത്തെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്. അവ അമിന അഹ്ലുൽ ഖുറാ അയ്യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. രാത്രി സമയത്ത് ഉറക്കിൽ കഴിയുന്നതായ സമൂഹം, ആ ഉറക്കിൽ തന്നെ നമ്മുടെ വിപത്തവർക്ക് വരുമെന്നതിനെ കുറിച്ച് അവർ അറിയുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അവർ നിർഭയത്വമുള്ളവരായി മാറിക്കഴിഞ്ഞോ. പകൽ സമയങ്ങളിൽ പന്ത് കളിച്ചുകൊണ്ട് നിലകൊള്ളുമോ, കളിച്ചും രസിച്ചും രമിച്ചും അവർ നിലകൊള്ളുമോ, കള്ളുകുടിച്ചുകൊണ്ടും പാൻപരാഗ് ചവച്ചുകൊണ്ടും ലഹരി നുണഞ്ഞുകൊണ്ടും പകലിന്റെ യാമങ്ങളെ അവർ തള്ളി നീക്കുമ്പോ അവർക്ക് വിപത്തുകൾ വരുന്നതിനെ പറ്റി അവർ നിർഭയത്വമുള്ളവരാണോ? ഏത് സമയത്തും വിപത്ത് വരാമല്ലോ, എന്തേ അവരിങ്ങനെ ജീവിക്കുന്നത്? അള്ളാഹു ചോദിക്കുക. എപ്പ വേണമെങ്കിലും വിപത്ത് വരാം, ഏത് സമയത്തും വരാം, ഏത് സെക്കൻഡിലും വരാം. എന്തുകൊണ്ടാണ് അവരിങ്ങനെ നിസ്സാരമായി അവർ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ആദർശത്തെ വ്യതിയാനം ചെലുത്തുന്നത്? എന്തുകൊണ്ടാണ്? ആഖിറത്തെ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ് നിസ്കാരം ചുട്ടുവെക്കാത്തത്? എന്താണ് അള്ളാഹുവിലേക്ക് തിരിയാത്തത്? എന്താണ് പാരത്രിക ലോകത്തിന് വേണ്ടി എന്തെങ്കിലും അമൽ ചെയ്യാത്തത്? വിശുദ്ധ റജബും പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളുമൊക്കെ റമദാനിന് മുമ്പ് അള്ളാഹു നൽകിയിട്ട്, ആ വിശുദ്ധമാക്കപ്പെട്ട റമദാനിന് മുന്നോടിയായി റജബ് നൽകിയിട്ട് പാപം പൊറുപ്പിച്ചെടുക്കാത്തത് എന്തുകൊണ്ടാണ്? കള്ളു കുടിച്ചവനല്ലേ, വ്യഭിചരിച്ചവനല്ലേ, സിനിമ കണ്ടവനല്ലേ, സീരിയൽ ദർശിച്ചവനല്ലേ, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോയവനല്ലേ? എന്തുകൊണ്ടാണ് ആഖിറത്തെ പറ്റി ചിന്തിച്ചിട്ട് ഒന്ന് തൗബ ചെയ്യാത്തത്? എന്തുകൊണ്ട്? എന്തു പറ്റിയവന്? പരീക്ഷണങ്ങളൊന്നും വരികയില്ല എന്നവൻ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ കരുതരുതേ. തീർച്ചയായും സാമ്പത്തികമാകുന്ന പ്രതിസന്ധികൾ അല്ലാഹു നൽകും, ശാരീരികമാകുന്ന പ്രയാസങ്ങൾ അല്ലാഹു നൽകും, മാറാവ്യാധികൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ പ്രയാസപ്പെടുത്തും. അല്ലെ, എത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ് മാരകമാകുന്ന ക്യാൻസർ രോഗികൾ ഇന്ന് ധാരാളം അധികരിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ. അല്ലാഹു പരിപൂർണ ശിഫാ നൽകുമാറാവട്ടെ. രാവിലെ കാസർഗോഡ് അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് നിന്ന് നമ്മൾ ട്രെയിൻ കയറാൻ നിന്നാൽ അതിൽ എറണാകുളത്തേക്ക് പോകുന്നതിൽ 95% കാസർഗോഡ് ജില്ലക്കാരിലും ക്യാൻസറാണ്. അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പരിപൂർണ സംരക്ഷണം നൽകുമാറാവട്ടെ. അവസാനം ഹോസ്പിറ്റലിൽ പോയി കിടക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ചിന്തിക്കൻ ധാരാളം ആളുകളാണ് വലിയ വലിയ രോഗങ്ങൾ കടിമപ്പെട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് ആളുകൾ മംഗലാപുരത്തും കേരളത്തിന്റെ വിവിധ ഹോസ്പിറ്റലുകളിലും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്. ലക്ഷങ്ങളാണ്. ഞാൻ ഇന്നും ഒരാളെ കാഞ്ഞങ്ങാട് കണ്ടു. അദ്ദേഹത്തിന്റെ ഉമ്മ രോഗിയാണ്, മാരകമാകുന്ന ക്യാൻസർ രോഗം ബാധിച്ച വ്യക്തിയാണ്. അള്ളാഹു ഉമ്മാക്ക് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വായ്ക്കുള്ളിലാണ് ക്യാൻസർ. ഇതേപോലെ ഇതേ അസുഖങ്ങളുമായി നിലകൊള്ളുന്നവർ, ഇത് മാത്രമല്ല വേറെയും അസുഖങ്ങൾ, പലവിധ ഓപ്പറേഷനുകളൊക്കെ വിധേയരായി നിരവധി ആളുകൾ ഓരോ കുടുംബത്തിൽ നിന്ന് ഒരാളുണ്ടാകും. ആ രീതിയിലേക്ക് ഇന്ന് നമ്മുടെ ജില്ല എത്തിപ്പെട്ടു പോയിരിക്കണം. അല്ലാഹു പരിപൂർണ സലാമത്ത് നൽകുമാറാവട്ടെ. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വിപത്തുകളിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നത്? ഈ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോ ചില ആളുകൾ വല്ലാതെ മനസ്സ് വിഷമിച്ച്, ഞാൻ ഈ ഖുർആൻ ഓതിയിട്ടും നിസ്കരിച്ചിട്ടും ഈ നേർച്ചകൾ നേർന്നിട്ടും ഈ സിയാറത്ത് ചെയ്തിട്ടും ഒക്കെ പടച്ചറപ്പ് എന്നെ പരീക്ഷിക്കുന്നല്ലോ, എന്തെല്ലാം നേർച്ചകൾ നൽകിയിട്ടും എനിക്ക് ഇപ്പോഴും ഈ പ്രയാസമുണ്ടല്ലോ. ഞാൻ റൂഹെ ബയാൻ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതാണ്, ഞാൻ ഒരുപാട് ആത്മീയ മജ്‌ലിസുകളിൽ നിലകൊള്ളുന്ന വ്യക്തിത്വമാണ്, എന്നിട്ടും അള്ളാഹു എനിക്ക് പരീക്ഷണങ്ങൾ നൽകുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടുന്ന ധാരാളം സഹോദര സഹോദരിമാർ നമുക്കിടയിലുണ്ട്. അള്ളാഹു നമുക്ക് പരിപൂർണ ക്ഷമ നൽകുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കാൻ. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. മുൻഗാമികളായ ആളുകൾക്കും ഇതേ വിപത്തുകളും ഇതേ പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പരിപൂർണ ശിഫാ നൽകുമാറാവട്ടെ. 2 കിഡ്നിയും തകരാറിലായി ഡയാലിസിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. മനോഹരമായ ഭക്ഷണങ്ങൾ വെച്ച് വിളമ്പുന്ന ആളുകളാണ് നമ്മുടെ കാസർഗോഡുകാർ. നല്ല ഭക്ഷണം കൊടുക്കും എല്ലാവരോടും സൽക്കാരപ്രിയരാണ്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ദൂർത്തും ദുർവ്യവും ചെയ്യരുത് എന്ന് മാത്രം. നല്ല ഭക്ഷണം വെച്ച് കൊടുക്കാൻ അത് വലിയ സൽക്കാരമാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ഇന്ന് എനിക്ക് ഭക്ഷണം നൽകി നമ്മുടെ ഉറൂസ് കമ്മിറ്റി ചെയർമാന്റെ വീട്ടിലാണ്, അല്ലേ, പ്രസിഡന്റിന്റെ വീട്ടിലാണ്, ജമാഅത്ത് പ്രസിഡന്റ് ഹസൈനാർ ഹാജി. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഇതുപോലെ എല്ലാവരും മുമ്പ് കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ മഹ്മൂദ് ഹാജി, അങ്ങനെ ഒരുപാട് ആളുകൾ, ഇവരൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാ വീട്ടുകാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഭക്ഷണം നൽകുന്നതാകുന്ന സഹോദരങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. പലർക്കും സത്യത്തിൽ ഭക്ഷണം അവർക്ക് എടുത്ത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പലർക്കും ഒരുപാട് ആളുകൾ ഭക്ഷണത്തിന്റെ തളികയിൽ വന്നിരിക്കുന്നു, പല സാധനങ്ങളും എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. നല്ല ആട്ടിറച്ചിയുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല, കൊളസ്ട്രോളാണ്. മധുരമുള്ള ഒന്നും തൊടാൻ പറ്റുന്നില്ല, ഷുഗറാണ്. ചില സാധനങ്ങളിലേക്ക് കൈവെക്കാനേ പറ്റുന്നില്ല, പ്രഷർ കൂടിയിട്ട് പ്രയാസം പറയാം. ഇങ്ങനെ ഓരോ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയാണ്.
ചിലര് തടി കൂടിവിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അരിയാഹാരവും കുറച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. മനോഹരമായ ഭക്ഷണത്തളിക മുന്നിലുണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾക്ക് വന്നുപെട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, പക്ഷെ അതിലൊന്നും കൈവെക്കാൻ പറ്റത്തില്ല ഹാജിയർക്ക്. ആ അവസ്ഥയിലേക്ക് എത്തി. ഇതിൽ വലിയവരുമുണ്ട്, ചെറിയവരുമുണ്ട്. ഒരു പരീക്ഷണം തന്നെയാണത്, വലിയ പരീക്ഷണമാണ്. ചെറുപ്പത്തിലെ തന്നെ 2 കിഡ്നിയും തകരാറിലായി ഡയാലിസിസിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് നിരവധിയാണ് നമ്മുടെ മക്കൾക്കിടയിൽ. ചെറിയ കുട്ടികൾ പോലും. അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകുമാറാവട്ടെ. ഇങ്ങനെ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ ധാരാളം. ഷുഗർ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കണ്ടു, കാല് മുറിക്കപ്പെട്ട വ്യക്തി. അള്ളാഹു പരിപൂർണമായ ആഫിയത്ത് നൽകട്ടെ. ഷുഗർ ബാധിക്കുക, അതിന്റെ അസുഖം പെട്ടെന്ന് തന്നെ കൂടുതലായി ഷുഗർ ഉള്ളവർക്ക് പ്രയാസകരമാകുക അവരുടെ കാലിന്റെ വിരലുകൾക്ക് അടിഭാഗത്ത് നിന്നാണ് മുറിവുണ്ടാവുക. ഷുഗർ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വിരലുകളുടെ താഴ്ഭാഗത്ത് ചെറിയ നിലയ്ക്കുള്ളതാകുന്ന മുറിവ് വരും. അത് വ്രണമായി മാറും. അതിങ്ങനെ പഴുക്കാൻ തുടങ്ങും. രക്തോട്ടം നിലയ്ക്കും. പിന്നെ ആ വിരല് മുറിച്ചു മാറ്റും. പിന്നെ 4 വിരല് മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നെ 5 മുറിച്ചു മാറ്റി. പിന്നെ കാൽപാദത്തിന്റെ അവിടെ വെച്ച് മുറിച്ചു മാറ്റി. പിന്നെ മുട്ടുവരെ വെച്ച് മുറിച്ചു മാറ്റി. പിന്നെ തുടവരെ വെച്ച് മുറിച്ചു മാറ്റി. ഇങ്ങനെയൊക്കെ മുറിച്ചു മാറ്റിയിട്ട് അവയവങ്ങൾ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ്. ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോയി നടക്കുന്ന എത്ര ആളുകളുണ്ട്. രക്തോട്ടം നിലയ്ക്കാൻ കാലിങ്ങനെ കറക്കാൻ തുടങ്ങും. നല്ല രീതിയിൽ കറക്കാൻ രക്തോട്ടം നിലച്ചിട്ട്. നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല. വളരെ ശ്രദ്ധിക്കണം. കാസർഗോഡുകാരോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താം. നമ്മുടെ ആരോഗ്യം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കും. യുവാക്കളും ശ്രദ്ധിക്കും. പഴയ കാലഘട്ടത്തെ ഫുഡ് പോലെയല്ല, ഇപ്പൊ ജങ്ക് ഫുഡിന്റെ കാലഘട്ടമാണ്. എല്ലാവരും ഹോട്ടലുകളെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹോട്ടൽ ഒരാഴ്ചയെങ്കിലും ഒരു ഷവർമ അടിക്കാത്ത മക്കളില്ലാത്ത കാലഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു. എല്ലാ ആഴ്ചകളിലും നമ്മൾ അത്തരത്തിലുള്ള ഫുഡുകളാണ് ആസ്വദിക്കുന്നത്. മാസത്തിലൊന്ന് അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കുക, കുടുംബത്തിലൊരു സന്തോഷം. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ചിലർ ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ്, വെള്ളം നല്ലതുപോലെ കുടിക്കുകയില്ല. ഞാൻ ഈ അടുത്ത് വലിയൊരു സമ്പന്നനായ വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തിന്റെ മുന്നിൽ വിഭവസമൃദ്ധമായ ആഹാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നും തൊടുന്നില്ല. കാരണം 2 കിഡ്നിയും പ്രയാസകരമാണ്. ആഴ്ചയിൽ 4 പ്രാവശ്യം വെച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നരാടം ഡയാലിസിസ് പോയിക്കൊണ്ടിരിക്കുക. എന്താണ് അത്തരത്തിലുള്ള ആളുകളുടെ അവസ്ഥ? അവസാനം അദ്ദേഹത്തിന് കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. നോക്കുമ്പോൾ ഒരു ഗ്ലാസിന്റെ ഒരല്പ ഭാഗമേ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളൂ. ഇതേ കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു, എന്തായാലും ഇത്രയും കുറച്ചു കൊടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു മെഡിക്കൽ അവിടുന്ന് ഡോക്ടർമാർ കൊടുത്തിട്ടുള്ളതാകുന്ന ഒരു കുപ്പി കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു ഗ്ലാസ് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെതാകുന്ന ഇത്രയും ഭാഗം ഒരു ദിവസം ആകെ കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ അളവാണ്. അതിനപ്പുറത്തേക്ക് കുടിക്കാൻ പറ്റൂല. ഒരു ദിവസമേ ഒരു മനുഷ്യന് ടോട്ടലായി ആകെ കുടിക്കാൻ പറ്റും. ഇതുപോലെ ഒരു ഗ്ലാസ് കാണിച്ചിട്ട് പറയാണ് അതിന്റെ പകുതി വെള്ളം അത്രേ കുടിക്കാൻ പറ്റുള്ളൂ ഒരു ദിവസം. കാരണം കിഡ്നി 2ഉം പോയിരിക്കുകയാണ്. ഇത് ശുദ്ധീകരിച്ചു പോകാൻ പ്രയാസമാണ്. രക്തം ഇങ്ങനെ എല്ലാ ദിവസവും ഒന്നരാടം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരീരത്തിലേക്ക് കറക്റ്റായി ഈ വെള്ളം ചെല്ലണമെങ്കിൽ ഇത്രയേ പറ്റുള്ളൂ. അതിന് കൂടുതൽ പറ്റുകയില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു നൽകിയിരിക്കുന്ന ഓരോ അവയവങ്ങൾക്കും എത്ര ശുക്ർ ചെയ്താലാണ് മതിയാവുക. എത്ര നന്ദി പ്രകാശിപ്പിക്കണം നമ്മൾ. എന്നിട്ടും ധിക്കാരികളായി നിലകൊള്ളുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളതാകുന്ന കിഡ്നിയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ച് നിലകൊള്ളും. അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം അല്പം വെള്ളം കൊണ്ടുവന്ന് മാവും കൊടുത്തു. കാരണം അതിന് സമയമെത്തി. ഈ 1/2 ഗ്ലാസ് വെള്ളം തന്നെ ഒറ്റയടിക്ക് കുടിക്കാൻ പറ്റൂല. അത് തന്നെ രാവിലെ ഇത്ര, ഉച്ചയ്ക്ക് ഇത്ര, വൈകിട്ട് ഇത്ര, അങ്ങനെയാണ് പോകുന്നത്. അതാ കിട്ടുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, വല്ലാത്ത പരവേശവും ആവേശവുമാണ് അത് കുടിക്കാൻ. ഒരൊറ്റ വരിക്കം കുടിക്കുകയാണ്. ബിസ്മില്ലി ഒരൊറ്റ വരിക്ക് കുടിക്കുകയാണ്. കാരണം അതുകൊണ്ട് ഒന്നും ആവൂല. അത്ര പരവേശമാണ്. അദ്ദേഹം പറയാൻ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമുക്ക് അതുപോലെ വരുമ്പോഴേ പഠിക്കുള്ളൂ. ദാഹിച്ച് പരവേശനാകുന്ന ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് കിട്ടാണ് ഒരല്പം വെള്ളം. പിന്നെ ചോദിച്ചാൽ കൊടുക്കാൻ പറ്റൂല. ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് അത് പാടില്ല. ശരീരമാകെ നീര് കെട്ടി വീർക്കുകയാണ്.
എന്തൊരവസ്ഥയാണ് ഓരോരുത്തർക്കും അള്ളാഹു നൽകുന്ന പരീക്ഷണം. അതുകൊണ്ട് അസുഖങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ശരീരത്തിലേക്ക് വിളിച്ച് ചേർക്കരുത്. സഹോദര സഹോദരിമാരോട് വളരെ സ്നേഹത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുക. നമ്മൾ നല്ല ഭക്ഷണപ്രിയരാണ്, വിഭിന്നമാകുന്ന ഭക്ഷണങ്ങൾ വെക്കും, സൽക്കാരപ്രിയരാണ്, എല്ലാം വേണം. പക്ഷെ നിയന്ത്രണം വേണം, ഇല്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യു ദുആഇ അഫ്ളലു യാ റസൂൽ, പ്രാർത്ഥനകൾ വെച്ച് ഏറ്റവും മഹത്തമായ പ്രാർത്ഥന ഏതാണ് റസൂലേ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലിൽ അഫ്വ വൽ ആഫിയ, നീ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കുക. ഏറ്റവും നല്ല ചോദ്യം അതാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മൾ ആരെങ്കിലും ചോദിക്കലുണ്ടോ സഹോദരങ്ങളെ? ചിന്തിക്കണം. ഇരിക്കുന്ന ഓരോരുത്തരും അവനവന്റെ സ്വന്തം ശരീരത്തിന്റെ സുഖവും സൗഖ്യവും അള്ളാഹുവെ നിലനിർത്തിത്ത അള്ളാഹ് ചോദിച്ചിട്ട് എത്ര കാലമായി? ചോദിക്കലില്ല. അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിക്കും. ചിലപ്പോ ഇന്ന സാധനം കഴിച്ചാൽ ഇന്ന പ്രോട്ടീനാണെന്ന് പറഞ്ഞാൽ അത് വേഗം തന്നെ തിരഞ്ഞെടുത്ത് കഴിക്കും. പക്ഷെ അള്ളാഹുവിനോട് പടച്ചറബേ എന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും നീ നിലനിർത്തിത്ത എന്ന് ആരും തന്നെ ചോദിക്കാറില്ല. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യദഉ اللهم إني أسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാറുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ, അല്ലാഹു എന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും എനിക്ക് നീ നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആരാണ് നമ്മൾ ഈ ദുആ ചെയ്യാറുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണിത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, എന്റെ സദസ്സ് കേൾക്കുന്ന ഗൾഫിലുള്ളതാകുന്ന പാറപ്പള്ളിയിലുള്ളതാകുന്ന സഹോദരങ്ങൾ, മറ്റേതെങ്കിലും നാട്ടിലുള്ളവർ, ഈ സദസ്സിലുള്ളവർ തന്നെ ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് വന്നിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കാൻ. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം സുപ്രധാനമാണ്. നിർബന്ധമായും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും പ്രവാസികൾ നാട്ടുകാർക്ക് വേണ്ടി, മഹല്ലത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ അശ്രാന്ത പരിശ്രമം നടത്തി ഒരുപാട് കഷ്ടയാതനകൾ സഹിച്ച് സാമ്പത്തികമൊക്കെ സ്വരൂകൂട്ടി വെച്ച് അവസാനം നാട്ടിലേക്ക് അവർ വരുമ്പോ തീരാ നഷ്ടം അവർക്കുണ്ടായിട്ടുണ്ടാകും. ആരോഗ്യപരമായി നല്ലതുപോലെ ക്ഷയിച്ചിട്ടുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ ആരോഗ്യം നല്ലതുപോലെ നമ്മൾ സംരക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകും. അപ്പൊ ചുരുക്കത്തിൽ പരീക്ഷണം ഉണ്ടാകും. പരീക്ഷണം നമുക്ക് മാത്രമല്ല, മുൻഗാമികളാകുന്ന ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. മുൻഗാമികൾക്കും മനസ്സിലാക്കണം. ചിലര് പറയും, ഉസ്താദേ എനിക്ക് മാത്രം, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ മാത്രം എപ്പോഴും ഇങ്ങനെ പരീക്ഷണം നൽകിയിരിക്കുക. ഞാൻ നിസ്കരിക്കുന്നുണ്ടോ, ഖുർആൻ ഓതുന്നുണ്ട്, എന്നിട്ട് എനിക്ക് മാത്രമേ പരീക്ഷ ഉള്ളൂ. ഒരിക്കലും അല്ല. മുൻഗാമികൾക്കെല്ലാം ഇതേ രീതിയിൽ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബതും മാ തദ്ഖുലുൽ ജന്നah ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن
നസറല്ലാഹി ഖരീബ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. ഈ ദുനിയാവിലെ കളിച്ചും രസിച്ചും രമിച്ചും കഴിഞ്ഞുകൂടിയതായ സമൂഹമേ, സമുദായമേ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കുലികൾ നിങ്ങളുടെ കർമ്മപുടത്തിലെ കലകളിൽ കൊണ്ടിട്ട് പോലും ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പരിശുദ്ധമായ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മനോഹരമായ ബാങ്കുലികൾ മുഴങ്ങിയിട്ട് പോലും ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും ജീവിക്കുന്നതായ സമൂഹമേ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. വെറുതെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് കരുതുന്നുണ്ടോ? ഈ ദുനിയാവിൽ നിങ്ങൾ വെറുതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളങ്ങ് വെറുതെ അങ്ങ് സ്വർഗത്തിൽ വിടും, ആ പാറപ്പള്ളിയിൽ നിന്ന് വന്ന ആജിയാരാ കയറിക്കോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറ്റിവിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെയൊന്നും ആർക്കും അവിടെ പ്രത്യേക സ്ഥാനമില്ല. പ്രത്യേകം മനസ്സിലാക്കി അമൽ ചെയ്താലേ രക്ഷയുള്ളൂ. അല്ലാതെ ഞാൻ ഇന്ന നാട്ടുകാരനാണ്, ഇന്ന സമൂഹമാണ്, ഇന്ന സമുദായത്തിൽപ്പെട്ടതാണ് ഒന്നും ഒരു കാര്യമില്ല. ഒരു ഗോത്രത്ത് കൊണ്ടോ ഒരു മഹിമ കൊണ്ടോ ഒന്നും രക്ഷപ്പെടാൻ പറ്റൂല. എന്തെങ്കിലും അമൽ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആ അമലിന്റെ വർണ്ണവലിപ്പം കൊണ്ട് രക്ഷപ്പെടാം. അതാണ് അല്ലാഹു ചോദിക്കുന്നത്. അം ഹസിബതും തദ്ഖുലുൽ ജന്ന. സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വെറുതെ സ്വർഗത്തിൽ കിടക്കുമെന്നാ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അങ്ങനെ കരുതുകയേ വേണ്ട. മറ്റൊരായത്തിൽ അല്ലാഹു ചോദിക്കാൻ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും രമിച്ചും നിലകൊള്ളുന്നതായ സമൂഹമേ, സമുദായമേ, നിങ്ങളെ വെറുതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണെന്ന് കരുതുന്നുണ്ടോ? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. ഈ ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് ആയുസ് നൽകിയത് വെറുതെയാണെന്നാണോ നിങ്ങൾ കരുതിയത്? ഈ ദുനിയാവിലേക്ക് അല്ലാഹു നിങ്ങളെ പടച്ചത് വെറുതെയാണെന്നാണോ കരുതുന്നത്? ഒരിക്കലുമല്ല. അല്ലാഹുവിനെ ഇബാദത്തെടുക്കലാണ് നിങ്ങളുടെ മേൽ മർമ്മപ്രധാനമായ ജോലി. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഈ ദുനിയാവിൽ സമ്പത്തിന് പിറകെ ഓടുന്നതായ സമൂഹമേ, സമുദായമേ, സമ്പത്ത് ലഭിക്കാൻ വേണ്ടി ദുനിയാവിൽ ഓടിത്തളരുന്നതായ സമൂഹമേ, അതിന്റെ പിറകിൽ നെട്ടോട്ടം ഓടുന്ന മാത്സര്യബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നതായ മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരാ, സോദര, ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കുകയില്ല നിങ്ങളെ എന്ന് കരുതുന്നുണ്ടോ? വേണ്ട, അങ്ങനെ കരുതരുതേ. ഇതെല്ലാം നശിക്കുന്നതായ ഒരു ഘട്ടം കടന്നു വരുമേ. ഇതെല്ലാം ഇല്ലാതാകുന്ന ഒരു ഘട്ടം ഇതാ അടുത്തിരിക്കുകയാണ്. സഅല സായിലും ബിഅദാബിൻ വാഖിഅ ലിൽകാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ് തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا. ഈ ദുനിയാവ്
അവസാനിക്കുന്നത് അടുത്ത കാലത്തൊന്നുമല്ല, ഉടനെയൊന്നും ദുനിയാവ് അവസാനിക്കുകയില്ല എന്ന് വിളിച്ചു പറയുന്നതായ മുനാഫിക്കീങ്ങളില്ലയോ, അവിശ്വാസികൾ ഈ ലോകത്തില്ലയോ? ഇന്നഹും യറൗനഹു ബഈദാ, അവർ പറയുന്നത് ഒരിക്കലും ഈ ലോകം അവസാനിക്കുകയില്ല, അടുത്ത കാലത്തൊന്നും ഈ ലോകത്തിന് ഒരു സംഭവം ഉണ്ടാവുകയില്ല. എന്നാൽ വനറാഹു ഖരീബാ, നാം ഈ ലോകാവസാനം അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് ഇതാ തീർച്ചപ്പെടുത്തി പറയുകയാണ്. ആ ലോകം അവസാനിക്കാൻ പ്രിയപ്പെട്ട മുസ്ലിമേ ഇതാ അടുത്തിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കണേ. ഈ ദുനിയാവിൽ കഷ്ടയാതനകൾ ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിലകൊള്ളാതെ ക്ഷമിച്ച് നിലകൊള്ളണേ. കാരണം നിനക്ക് മാത്രമല്ല വിപത്തുണ്ടായിട്ടുള്ളത്, മുൻഗാമികളാകുന്ന സർവ്വ അമ്പിയാക്കൾക്കും അവരുടെ സമുദായത്തിനും ഇതുപോലെയുള്ള വിപത്തുകൾ അല്ലാഹു നൽകിയതാണ്. കേവലം തുർക്കിയിലും സിറിയയിലും മാത്രമല്ല അല്ലാഹു ഭൂകമ്പം നൽകിയിട്ടുള്ളത്. മുൻകഴിഞ്ഞു പോയ സമൂഹത്തിനും അല്ലാഹു ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ നൽകിയതാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വലമ്മാ يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. പരിശുദ്ധമാക്കപ്പെട്ടതായ ദീനനുസരിച്ച് ജീവിക്കാതിരുന്ന സമൂഹത്തിനും ജീവിച്ചതാകുന്ന സമൂഹത്തിനുമല്ല മുൻകഴിഞ്ഞു പോയ കാലയളവിൽ അല്ലാഹു തീഷ്ണമായ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിരുന്നതായ ജനകോടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വസതുഹുൽ ബഅസാഉ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ, കെടുതികൾ, സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകൾ, ശാരീരികമാകുന്ന നാശനഷ്ടങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ ബന്ധുക്കളിൽ, അവരുടെ സുഹൃത്തുക്കളിൽ, അവരുടെ നാടുകളിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. അവർക്ക് അല്ലാഹു ഭൂകമ്പവും നൽകിയിട്ടുണ്ട്. അവരെ അല്ലാഹു പ്രകൃതി ദുരന്തങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅ, അക്കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരോടൊപ്പം ജനങ്ങൾ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, മതാ നസ്റുല്ലാഹ്, മതാ നസ്റുല്ലാഹ്. ഈ സാമ്പത്തികമായ പരാധീനതകളിൽ നിന്ന്, ഈ ശാരീരികമാകുന്ന മാനസികമായ പീഡനങ്ങളിൽ നിന്ന്, ഈ വലിയ തീഷ്ണമാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് ഇനി ആരാണ് നമുക്ക് സഹായം നൽകുക? അല്ലാഹുവിന്റെ സഹായം ഇനി എപ്പോഴാണ്? അങ്ങനെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ ആ സമൂഹം എത്തി. മനസ്സിലാക്കണം, അല്ലാഹു പറയാണ്, മുൻഗാമികളായ ആളുകൾക്ക് വിപത്തുകളും പ്രയാസങ്ങളും ഉണ്ടായി, അടിക്കടി ഉണ്ടായി. അവസാനം ആ നാട്ടുകാർ തന്നെ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം ഇനി എപ്പോഴാണ്? ഇനി ഏത് നിലയ്ക്കാണ് സഹായം ഉണ്ടാവുക? ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അതാ മലക്കുകൾ മുഖേന അല്ലാഹു പ്രവാചകന്മാർക്ക് മുഖേന അറിയിപ്പ് നൽകി, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. തീർച്ചയായും അറിയണേ അല്ലാഹുവിന്റെ സഹായം ഇതാ അടുത്ത് തന്നെ നൽകുകയാണ്.
ഉടനെ തന്നെ ഉണ്ടാകും. വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, പ്രയാസപ്പെടണ്ട. ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ തൊട്ടുടനെ തന്നെ ഒരു സന്തോഷകരമാകുന്ന അവസ്ഥയും ഉണ്ടാകും. വലിയ സന്തോഷങ്ങൾ ഉണ്ടായാൽ അതിന്റെ പിന്നിൽ ചെറിയ പ്രയാസങ്ങളും ഉണ്ടാകും. അത് മനസ്സിലായിക്കോ. ഒരു സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് അള്ളാഹു എത്തി നിന്നു കഴിയുമ്പോൾ ഒരു കുറച്ചിൽ അള്ളാഹു നമുക്ക് നൽകും. അത് ഉറപ്പാണ്. അത് അള്ളാഹുവിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. അത് അങ്ങനെ തന്നെയാണ് ഈ ദുന്യാവിൽ അള്ളാഹു നടപടിക്രമം നടത്തുക. അതാണ് അള്ളാഹുവിന്റെ രീതി. പഠിച്ചു വെക്കണം നമ്മൾ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. ഒക്കെ നിങ്ങൾ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ പേരാണ് ഓളബാ. എന്താണ് ഒട്ടകത്തിന്റെ പേര്? ഒട്ടകത്തിന്റെ പേരാണ് ഓളബാ. എന്താണ് ഒട്ടകത്തിന്റെ പ്രത്യേകത? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തുസ്ബഖു. ആ ഒട്ടകത്തെ മദീനയിൽ മറ്റൊരു ഒട്ടകത്തിനും നടത്തത്തിലോ ഓട്ടത്തിലോ ഒന്നും തന്നെ തോൽപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അത്ര വേഗത്തിൽ നടക്കുകയും വേഗത്തിൽ ഓടുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ഒട്ടകം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പേരാണെന്ത്? ഓളബാ. ആ ഒട്ടകത്തെ തോൽപ്പിക്കാൻ മദീനയിൽ മറ്റൊരു ഒട്ടകത്തിന് സാധിച്ചിരുന്നില്ല. അത്ര സ്പീഡിൽ അത് ഓടും, അത്ര സ്പീഡിൽ അത് നടക്കും. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ ഒരു അറാബിയായ മനുഷ്യൻ വന്നു. അദ്ദേഹത്തിന്റെ ഒട്ടകം ഈ പ്രവാചകന്റെ ഓളബാ എന്ന ഒട്ടകത്തിന്റെ മുന്നിൽ കൂടി നടക്കാൻ തുടങ്ങി, സ്പീഡിൽ നടക്കാൻ തുടങ്ങി. നബിയുടെ ഒട്ടകം നടക്കുന്നതിന് മുന്നിൽ കൂടെ ഈ ഒട്ടകം നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങി. മുസ്ലിമീൻ ഹദീസിൽ കാണാം, അത് സ്വഹാബത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസികമായ ഒരു വിഷമമായി.